എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് പുതിയൊരു കഥയാണ്. മധ്യ ഇന്ത്യയിലെ ദേവൻബൻ, അജാര എന്നീ ഗ്രാമങ്ങളിൽ ഭീതി പടർത്തിയിരുന്ന ഒരു നരഭോജി പുള്ളിപ്പുലിയെ വേട്ടയാടി കൊന്നതിൻ്റെ അതിക്രൂരമായ കഥയാണ് ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ പോകുന്നത്. ആൽഫ്രഡ് എന്ന ഒരു ബ്രിട്ടീഷുകാരൻ ഈ പുലിയെ കൊല്ലുവാൻ വേണ്ടി നടത്തിയ അദ്ദേഹത്തിൻ്റെ കഠിനമായ പ്രയത്നങ്ങളിലൂടെയാണ് ഈ കഥ മുന്നിലേക്ക് പോകുന്നത്. ആ പുലി നടത്തിയ ഓരോ കൊലപാതകവും പേഴ്സണലായിട്ട് എടുക്കുകയും ഒരു ഭ്രാന്തനെ പോലെ അലയുകയും ആ പുലിയെ വേട്ടയാടി കൊന്നതിൻ്റെയും കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കല്ലേ. നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റുകളുമാണ് എനിക്ക് ഓരോ വീഡിയോ ചെയ്യാനും പ്രചോദനമാകുന്നത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. സെൻട്രൽ ഇന്ത്യയിലെ കരിമ്പാറകൾ നിറഞ്ഞ കുന്നിൻ ചെരുവിലേക്ക് രാത്രിയുടെ ഇരുട്ട് മെല്ലെ മെല്ലെ അരിച്ചിറങ്ങുവാൻ തുടങ്ങി. കാറ്റിൻ്റെ ഓരോ ഗതി അനുസരിച്ചും അവിടെ ഉണങ്ങിക്കരഞ്ഞു നിൽക്കുന്ന കുറ്റിക്കാടുകൾ തമ്മിൽ ഉരസുമ്പോഴുണ്ടാകുന്ന കരകര ശബ്ദം ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് അവിടെ ഉയർന്നു കേൾക്കാമായിരുന്നു. ഇതിനെയെല്ലാം മരവിപ്പിച്ചുകൊണ്ട് അങ്ങ് അകലിൽ നിന്നും ഒരു കുറുക്കൻ്റെ ഊരിയിടൽ ശബ്ദം അവിടെ ഇപ്പോൾ ഉയർന്നു കേട്ടു. കുറച്ച് സമയം കൂടി മുന്നിലേക്ക് പോയപ്പോൾ ആ ശബ്ദവും നിലച്ചു. വീണ്ടും പതിയെ പതിയെ ആ മലനിരകൾ നിശബ്ദതയിലേക്ക് വഴിമാറി. പക്ഷേ ആ നിശബ്ദതയ്ക്ക് താഴെ ഒരു വലിയ ഭയം ശ്വാസമടക്കി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. മാസങ്ങളായി ആ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയിരുന്ന ഒരു ഭയം. ഇതൊരു കെട്ടുകഥയല്ല, 100% സത്യമായ ഒരു സംഭവമാണ്. ഇതിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കണം. സെൻട്രൽ ഇന്ത്യയിലേക്ക് ഒന്ന് പോകണം. ഇന്നത്തെ മധ്യപ്രദേശും ഛത്തീസ്ഗഡും ചേരുന്ന അന്നത്തെ സെൻട്രൽ പ്രൊവിൻസിലേക്ക്. ആ പ്രദേശം ദൂരെയോളം പരന്നു കിടക്കുന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ കുന്നിൻ പ്രദേശങ്ങളും വറ്റി വരണ്ട തോടുകളും മുള്ളുകൾ നിറഞ്ഞ കുറ്റിക്കാടുകളും ആയിരുന്നു. അവിടെ വലിയ മരങ്ങൾ കുറവായിരുന്നു. പക്ഷേ കുറ്റിക്കാടുകൾ എത്രത്തോളം നിബിഡമായിരുന്നു എന്നറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം. ഒരു പുള്ളിപ്പുലി വെറും 4-5 അടി നിങ്ങളിൽ നിന്നും ദൂരെ പതുങ്ങിയിരുന്നാൽ പോലും നിങ്ങൾക്ക് അത് തിരിച്ചറിയുവാൻ കഴിയില്ല. അത്രമേൽ നിബിഡമായിരുന്നു അവിടുത്തെ കുറ്റിക്കാടുകൾ. അത്രത്തോളം നിബിഡമായ പ്രദേശത്താണ് ദേവബൻ എന്ന ആ ചെറിയ ഗ്രാമം സ്ഥിതി ചെയ്തിരുന്നത്. മുളയും പുല്ലുകളും കൊണ്ട് മേഞ്ഞ വീടുകൾ, മണ്ണുമെഴുകിയ മുറ്റങ്ങൾ, ചെറിയ കന്നുകാലി തൊഴുത്തുകൾ, ഇതായിരുന്നു ദേവബൻ എന്ന ആ ചെറിയ ഗ്രാമത്തിലുണ്ടായിരുന്നത്. കോൾ വംശജരായിരുന്ന ആദിവാസികളാണ് ഇവിടെ താമസിച്ചിരുന്നത്. കൃഷിയും ആടുമേയ്ക്കലും വനത്തിലേക്ക് പോയി വനവിഭവങ്ങൾ ശേഖരിക്കലുമൊക്കെയായിരുന്നു അവരുടെ തൊഴിൽ. ലളിതമായ ജീവിതം നയിച്ചിരുന്ന മനുഷ്യരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. രാത്രിയായിരുന്നാൽ അവിടെ ഇരുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മണ്ണെണ്ണ വിളക്കോ എരിയുന്ന മരക്കഷ്ണമോ ആയിരുന്നു അവരുടെ ഏക ആശ്രയം. അത്തരമൊരു സായാഹ്നത്തിലാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ആൽഫ്രഡ് തൻ്റെ ഭാര്യയോടും ജോലിക്കാരോടുമൊപ്പം സർക്കാർ ആവശ്യത്തിന് വേണ്ടി ദേവബൻ എന്ന ഗ്രാമത്തിലേക്ക് എത്തിയത്. അവിടെ അവർ ക്യാമ്പ് അടിച്ചു. തയ്യാറെടുപ്പുകളെല്ലാം നടത്തി. സൂര്യൻ മെല്ലെ മെല്ലെ മലനിരകൾക്കപ്പുറത്തേക്ക് മറഞ്ഞു തുടങ്ങിയപ്പോൾ കുതിരപ്പുറത്തു നിന്നും താഴേക്കിറങ്ങിയ ആൽഫ്രഡിൻ്റെ ശ്രദ്ധ പെട്ടെന്ന് ഗ്രാമത്തിലേക്ക് തിരിഞ്ഞു. അവിടെ ആകെ ഒരു മരണവീടിൻ്റെ പ്രതീതിയായിരുന്നു. ഹൃദയം തകർക്കുന്ന കരച്ചിലുകളും നിലവിളികളും അവിടെ നിന്നും ഉയർന്നു കേൾക്കാമായിരുന്നു. അവിടെ ആകെ ആ ശബ്ദം മാത്രമായിരുന്നു അലയടിച്ചുകൊണ്ടിരുന്നത്. ഓരോ മനുഷ്യൻ്റെയും മുഖത്ത് നോക്കുമ്പോൾ അയാളുടെ മുഖത്ത് മരണം നിഴൽ വീഴ്ത്തിയതുപോലെയായിരുന്നു ആൽഫ്രഡിന് തോന്നിയത്. ആൽഫ്രഡിന് അപ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് തോന്നിയിരുന്നു. കുറച്ചു നേരം കൂടി മുന്നിലേക്ക് പോയപ്പോൾ ആൽഫ്രഡിൻ്റെ ജോലിക്കാർ അവിടേക്ക് ഓടി വന്നു. ആ നടുക്കുന്ന വാർത്ത അയാളെ അറിയിച്ചു. രാവിലെ ഒരു പയ്യൻ പ്രാണരക്ഷാർത്ഥം ഓടി ഗ്രാമത്തിലേക്ക് എത്തിയിരുന്നു. ഭയം കൊണ്ട് അവൻ്റെ മുഖം വിളറി വെളുത്തിരുന്നു. ശ്വാസം പോലും അവന് നേരെ വീഴുന്നുണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞത് കേട്ടാണ് ഗ്രാമം ഒന്നടങ്കം തകർന്നു പോയത്. ഗ്രാമത്തിൽ നിന്നും 1 മൈൽ അകലെ കുന്നിൻ ചെരുവിൽ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി 2 കുട്ടികൾ പോയിരുന്നു. ഒരു നരഭോജി പുള്ളിപ്പുലി അവരെ ആക്രമിച്ചിരിക്കുന്നു. അതിലൊരു കുട്ടിക്ക് വെറും 10 വയസ്സ് മാത്രമായിരുന്നു പ്രായമുണ്ടായിരുന്നത്. മുള്ളുകൾ നിറഞ്ഞ കുറ്റിക്കാടിന് പിന്നിൽ മരണം പതിയിരിക്കുന്നത് ആ പാവം കുട്ടികൾ അറിഞ്ഞിരുന്നില്ല. ഒരു നരഭോജി പുള്ളിപ്പുലി തൻ്റെ ഇരയെ ലക്ഷ്യം വെച്ചാൽ മണിക്കൂറോളം അനങ്ങാതെ കാത്തിരിക്കും.
തൻ്റെ ആക്രമണം 100% വിജയമാണെന്ന് ഉറപ്പു വന്നാൽ മാത്രമാണ് പൊന്തക്കാട്ടിൽ നിന്നും പതുങ്ങിയിരിക്കുന്ന ആ പുള്ളിപ്പുലി പുറത്തേക്ക് ചാടി വരികയുള്ളൂ. ആൽഫ്രഡ് ഒട്ടും വൈകിയില്ല. സത്യം എന്താണെന്നറിയാൻ അയാൾ ഗ്രാമവാസികൾക്കിടയിലേക്ക് നടന്നു. പക്ഷേ അവിടെ എത്തിയ അയാൾക്ക് കാര്യം അത്ര എളുപ്പമായിരുന്നില്ല. ഡസൻ കണക്കിന് ആളുകൾ ഒരേ സമയം അയാളെ വളഞ്ഞു സംസാരിക്കാൻ തുടങ്ങി. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുന്നു. ഇതിനിടയിൽ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ അമ്മയുടെ നെഞ്ചുപൊട്ടിയുള്ള നിലവിളി ആ മലനിരകളിൽ തട്ടി വീണ്ടും വീണ്ടും പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. ആൽഫ്രഡ് മനസ്സിൽ ചിന്തിച്ചു, ഈശ്വര, ഈ ബഹളങ്ങൾക്കിടയിൽ നിന്നും എനിക്ക് എങ്ങനെയാണ് സത്യം തിരിച്ചറിയുവാൻ കഴിയുക? ഭയം ഈ മനുഷ്യരെ വല്ലാതെ വലിഞ്ഞു മുറുക്കിയിരിക്കുന്നു. അവസാനം അയാൾ ഉറച്ച ശബ്ദത്തിൽ എല്ലാവരോടും നിശബ്ദനാകാൻ പറഞ്ഞു. ഗ്രാമം പെട്ടെന്ന് നിശബ്ദമായി. സംഭവസ്ഥലത്തുണ്ടായിരുന്ന ആ പയ്യനെ ആൽഫ്രഡ് തൻ്റെ അടുത്തേക്ക് വിളിച്ചു. ഈ ക്രൂരമായ സംഭവത്തിന് സാക്ഷിയായ ആ ഏക ദൃക്സാക്ഷിയെ. ആ പയ്യൻ്റെ കൈകൾ അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ ആ ഭയം ദൃശ്യമായിരുന്നു. ഇപ്പോഴും ആ പയ്യനെ ആ ഭയം വേട്ടയാടുന്നുണ്ടായിരുന്നു. ആൽഫ്രഡ് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, നീ പേടിക്കണ്ട. നടന്ന കാര്യം തുടക്കം മുതൽ പതുക്കെ പറഞ്ഞു തുടങ്ങൂ. ഞാൻ ഒന്ന് കേൾക്കട്ടെ. ആ ഗ്രാമം ശ്വാസമടക്കി പിടിച്ചു നിന്നു. ആൽഫ്രഡിൻ്റെ മുന്നിൽ നിന്ന ആ പയ്യൻ വിറയ്ക്കുന്ന കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തൻ്റെ ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. അന്നത്തെ ആ പ്രഭാതം ആൽഫ്രഡിൻ്റെ കണ്ണുകളിൽ വിരിയുകയായിരുന്നു. ആകാശത്ത് സൂര്യൻ മെല്ലെ ഉയർന്നു വന്നു. ചൂട് കൂടി വരികയാണ്. ആ പയ്യനും തൻ്റെ 10 വയസ്സുകാരനായ കൂട്ടുകാരനും ചേർന്ന് ഗ്രാമത്തിലെ ആളുകളെ തെളിച്ചുകൊണ്ട് ആ കുന്നിൻ ചെരുവിലേക്ക് നടക്കുകയാണ്. ഉണങ്ങിയ മുൾക്കാടുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ ആടുകളുടെ കുളമ്പടി ശബ്ദവും കരച്ചിലും മാത്രമായിരുന്നു അവിടെ കേൾക്കുവാനുണ്ടായിരുന്നത്. ഒരു പുള്ളിപ്പുലിക്ക് പതുങ്ങിയിരിക്കുവാൻ പറ്റിയ രീതിയിലുള്ള വലിയ മുള്ളുകൾ നിറഞ്ഞ കുറ്റിക്കാടുകളായിരുന്നു അവിടെ അപ്പോൾ ഉണ്ടായിരുന്നത്. ഒരാൾ വെറും 2 അടി ദൂരത്തിൽ നിന്നാൽ പോലും തിരിച്ചറിയുവാൻ കഴിയില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആടുകൾക്ക് ദാഹിച്ചു തുടങ്ങി. കുട്ടികളപ്പോൾ അവയെ കുന്നിൻ താഴ്വരയിലെ വറ്റിവരണ്ട തോടിൻ്റെ അരികിലുള്ള ചെറിയൊരു നീരുറവയിലേക്ക് കൊണ്ടുപോയി. വേനൽക്കാലമായതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് വെള്ളമുള്ള ഏക സ്ഥലം അതുമാത്രമായിരുന്നു. കാട്ടിലെ മൃഗങ്ങളും മനുഷ്യരുമെല്ലാം ആ ഒരു കുഴിയിൽ നിന്നുമാണ് വെള്ളം എടുത്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ വെള്ളമെടുക്കുവാൻ ആശ്രയിച്ചിരുന്നത്. ആടുകളെല്ലാം വെള്ളം കുടിച്ച് മടങ്ങിയെത്തി. ആ വലിയ പയ്യൻ ആ കുഴിയിൽ നിന്നും ഏകദേശം 50 വാര അകലെ കുന്നിൻ മുകളിൽ നിൽക്കുകയാണ്. എന്നാൽ ആ 10 വയസ്സുകാരനായ ആ പയ്യനുണ്ടല്ലോ, ആ കുഴിയിലേക്ക് ഇറങ്ങി അവൻ്റെ കുഞ്ഞു കൈകൾ കൊണ്ട് അതിൽ നിന്നും വെള്ളം കോരി കുടിച്ച് അവൻ്റെ ദാഹം മാറ്റുകയായിരുന്നു. തന്നെ കാത്ത് ആ മരണം ആ മുൾക്കാടിനുള്ളിൽ മറഞ്ഞിരിക്കുന്നുണ്ടെന്ന് ആ പാവം അറിഞ്ഞു കാണില്ല. പെട്ടെന്നാണ് ആ കാഴ്ച അവിടെ സംഭവിച്ചത്. ഒരു മുള്ളുകൾ നിറഞ്ഞ കുറ്റിക്കാടിൻ്റെ പിന്നിൽ വലിയൊരു ഇളക്കം. ചിന്തിക്കാൻ പോലും സമയം കിട്ടിയില്ല. അപ്പോഴേക്കും അത് അവിടെ നടന്നു കഴിഞ്ഞിരുന്നു. ഒരു മിന്നൽ പിണർപ്പ് പോലെ ഒരു പുള്ളിപ്പുലി പുറത്തേക്ക് ചാടി വന്നു. അവിടെ ഉണ്ടായിരുന്ന ആടുകൾ 4 പാടം ചിതറിയോടി. പക്ഷേ ആ നരഭോജിക്ക് ഒറ്റ ആടിനെ പോലും വേണ്ടായിരുന്നു. അതിൻ്റെ ലക്ഷ്യം ആ മനുഷ്യക്കുട്ടി മാത്രമായിരുന്നു. അടുത്ത നിമിഷം ആ ക്രൂരനായ മൃഗം കുട്ടിയുടെ പുറത്തേക്ക് ആഞ്ഞ് ചാടി വീണു. ആ കുഞ്ഞിന് ഒന്ന് നിലവിളിക്കുവാൻ പോലും സമയം കിട്ടിയില്ല. പുള്ളിപ്പുലി അതിൻ്റെ കൂർത്ത പല്ലുകൾ ആ കുട്ടിയുടെ തലയുടെ പിൻഭാഗത്തേക്ക് ആഴത്തിലിറക്കി. ഒരൊറ്റ കടിയിൽ തന്നെ എല്ലാം അവിടെ അവസാനിച്ചിരുന്നു. പിന്നെ അവിടെ കണ്ടത് ആരെയും നടുക്കുന്ന കാഴ്ചയായിരുന്നു. പുള്ളിപ്പുലി ആ കുഞ്ഞിൻ്റെ ശരീരം കടിച്ചെടുത്തുകൊണ്ട് പുള്ളിപ്പുലി നേരത്തെ മറഞ്ഞിരുന്ന ആ മുള്ളുകൾ നിറഞ്ഞ കുറ്റിക്കാടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഈ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് ആ വലിയ പയ്യൻ അവിടെ നിൽക്കുകയായിരുന്നു. അവൻ തികഞ്ഞ നിസ്സഹായ അവസ്ഥയിലായിരുന്നു, മാനസികമായി തകർന്ന അവസ്ഥയിൽ. കുറച്ചു നേരം അവൻ അങ്ങനെ അനങ്ങാതെ അവിടെ നിന്നു. പിന്നെ എങ്ങനെയോ ധൈര്യം സംഭരിച്ച് അവൻ ഉറക്ക നിലവിളിച്ച് കയ്യിൽ കിട്ടിയ കല്ലുകളും കമ്പുകളുമെല്ലാം എടുത്ത് ആ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു ആ പുള്ളിപ്പുലിക്ക് നേരെ. അവനെറിഞ്ഞതിൽ ഒരു കല്ല് പുലിയുടെ അരികിലേക്ക് പോയി വീണു. അത് ഒന്നു നിന്നു. വല്ലാത്ത ഒരു ദേഷ്യത്തോടെ അത് പയ്യനെ നേരെ തിരിഞ്ഞു നോക്കി. ആ മലകളെ നടുക്കിക്കൊണ്ട് അത് അലറി. ആ ഗർജനം കേട്ടപ്പോൾ ആ പയ്യൻ്റെ സകല ധൈര്യവും ചോർന്നുപോയി. തൻ്റെ പ്രാണരക്ഷാർത്ഥം അവൻ ആടുകളെ അവിടെ ഉപേക്ഷിച്ച് ഗ്രാമത്തിലേക്ക് തൻ്റെ ജീവനും കൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഓടി. ഇത്രയും കാര്യമാണ് അവിടെ അപ്പോൾ ഉണ്ടായതെന്ന് ആ ചെറുക്കൻ ആൽഫ്രഡിനോട് പറഞ്ഞു. കഥ കേട്ട് കഴിഞ്ഞ് ആൽഫ്രഡ് ഒട്ടും വൈകിയില്ല. തൻ്റെ കുതിരയുടെ പുറത്തെ ജീനി പോലും മാറ്റിയിരുന്നില്ല. അയാൾ ഉടനെ തന്നെ റൈഫിൾ വരുത്തി. പയ്യനെയും ഏതാനും ഗ്രാമവാസികളെയും കൂട്ടി
അയാൾ ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് തിരിച്ചു. ഏകദേശം 3-4 മണിക്കൂർ മുമ്പാണ് ആക്രമണം നടന്നതെന്ന് അയാൾ കണക്ക് കൂട്ടി. ഗ്രാമവാസികൾക്ക് നല്ല ഭയമാണ്. അതുകൊണ്ട് തന്നെ അവർ ഇതുവരെയും അങ്ങോട്ട് പോകാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ആൽഫ്രഡ് ധൈര്യത്തിൽ അവിടുത്തെ ആളുകൾക്ക് അല്പം ധൈര്യം കിട്ടി. അങ്ങനെയാണ് അവർ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോകുവാൻ തീരുമാനിച്ചത്. അങ്ങോട്ട് പോയതും അവർ ആ നീരുറവയുടെ അടുത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച ആ ക്രൂരതയുടെ സാക്ഷിപത്രമായിരുന്നു. മണ്ണിൽ ആടുകൾ ചിതറിയോടിയതിൻ്റെ അടയാളങ്ങൾ, വെള്ളത്തിനരികിൽ കുട്ടി ജീവന് വേണ്ടി പിടഞ്ഞതിൻ്റെ പാടുകൾ, ചോര പുരണ്ട ആ മണ്ണിൽ നിന്നും ഒരു ശരീരം വലിച്ചു കൊണ്ടുപോയതിൻ്റെ അടയാളവും അവിടെ വ്യക്തമായി കാണാമായിരുന്നു. ആൽഫ്രഡ് ആ അടയാളങ്ങൾ പിന്തുടർന്ന് താഴെയുള്ള തോടിൻ്റെ അരികിലെത്തി. അവിടെ ഒരു നിബിഡമായ മുള്ളുകൾ നിറഞ്ഞ ഒരു കുറ്റിക്കാടുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ശരീരം പുള്ളിപ്പുലി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകുക അതിൻ്റെ പിന്നിലായിരിക്കുമെന്ന് അയാൾ ഒരു നിഗമനത്തിലെത്തി. പിന്നീട് പുലിക്ക് സമാധാനമായി തിന്നാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ഒളിപ്പിച്ച് വെക്കാറ്. ഇതിന് മുന്നേയുള്ള സംഭവങ്ങളിലും ഇങ്ങനെയെല്ലാമാണ് നടക്കുന്നതെന്ന് അയാൾ കണക്കുകൂട്ടി. അങ്ങനെ ആൽഫ്രഡും സംഘവും ആ മുള്ളുകൾ നിറഞ്ഞ കുറ്റിക്കാടിൻ്റെ ഉള്ളിലേക്ക് പരിശോധന നടത്തി. അപ്പോൾ അതിനുള്ളിൽ അദ്ദേഹം വിചാരിച്ചതുപോലെ തന്നെ കുട്ടിയുടെ ശരീരമുണ്ടായിരുന്നു. അത് പതുക്കെ പുറത്തെടുത്തു. കുട്ടിയുടെ ഒരു കാലിൻ്റെ ഭാഗം മാത്രമായിരുന്നു ആ പുലി ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും ആൽഫ്രഡിൻ്റെ കണ്ണുകൾ പോയത് ആ കുട്ടിയുടെ തലയുടെ പിൻഭാഗത്തെ ആ വലിയ ആഴമേറിയ മുറിവുകളിലേക്കാണ്. അത് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഇത് സാധാരണ ഒരു പുലിയല്ല. അനുഭവസമ്പത്ത് നിറഞ്ഞ മനുഷ്യനെ വേട്ടയാടി പഠിച്ച ഒരു നരഭോജിയാണ്. ഇപ്പോഴും അവൻ നമ്മൾക്ക് ചുറ്റും എവിടെയോ കുറ്റിക്കാടിനുള്ളിൽ മറഞ്ഞിരിക്കുകയാണ്. അവൻ്റെ തിളങ്ങുന്ന മഞ്ഞക്കണ്ണുകൾ നമ്മളെ തന്നെ ഇപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ഇതിനെ സത്യം വയ്ക്കുന്ന രീതിയിലായിരുന്നു അതിന് ചുറ്റുപാടും അപ്പോൾ അരങ്ങേറിയത്. കാടും പരിസര പ്രദേശവും മുഴുവൻ തികഞ്ഞ നിശബ്ദതയിലേക്ക് അപ്പോഴേക്കും വഴിമാറിക്കഴിഞ്ഞിരുന്നു. ആൽഫ്രഡ് ആ ചേതനയേറ്റ ശരീരം ഒന്ന് നോക്കി. അദ്ദേഹത്തിൻ്റെ മനസ്സ് മരവിച്ച് നിന്നുപോയി. അയാൾ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചു. എവിടെയെങ്കിലും പുള്ളിപ്പുലിയുടെ സാന്നിധ്യമുണ്ടോ എന്നാണ് അയാൾ നോക്കിക്കണ്ടത്. എന്നാൽ അയാൾക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പുള്ളിപ്പുലി ഈ ശരീരം ഇവിടെ ഒളിപ്പിച്ച് വെച്ചത് അതിനെ പിന്നീട് വന്ന് ഭക്ഷിക്കുവാൻ വേണ്ടിയാണെന്ന് അയാൾക്ക് നല്ല പോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പുള്ളിപ്പുലിയെ കൊല്ലുവാൻ ഇത് തന്നെയാണ് പറ്റിയ അവസരമെന്ന് അയാൾക്കും നല്ല പോലെ അറിയാമായിരുന്നു. ആൽഫ്രഡ് പതിയെ ആ കുട്ടിയുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അവരുടെ കണ്ണുകളിൽ ഉറവ വറ്റാത്ത കണ്ണീരായിരുന്നു. അയാൾ പതുക്കെ തൻ്റെ ആവശ്യം അവതരിപ്പിച്ചു. ആ ശരീരത്തെ അവിടെ തന്നെ വെച്ച് ഇരുട്ടാകുന്നത് വരെയും കാത്തിരിക്കാൻ അവർക്ക് അനുവാദം നൽകണമെന്ന്. അതിനു പകരം അക്കാലത്തെ ഒരു വലിയ തുകയായിരുന്ന 10 രൂപ അയാൾ വാഗ്ദാനം ചെയ്തു. നോക്കൂ, ആ മൃഗം ഇന്ന് രാത്രി ഇവിടെ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് അതിനെ തീർക്കാം. അല്ലെങ്കിൽ അത് ഇനിയും നമ്മുടെ കുഞ്ഞുങ്ങളെ വേട്ടയാടും. ആൽഫ്രഡ് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഗ്രാമത്തിലുള്ള ബാക്കിയുള്ള ആളുകളും ആ അമ്മയെ നിർബന്ധിച്ചു. പക്ഷേ ഒരമ്മയുടെ ഹൃദയത്തിൽ നിന്നും ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു അത്. തൻ്റെ മകൻ്റെ ശരീരം ആ കാട്ടുമൃഗത്തിന് ഇരയായി വിട്ടുകൊടുക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. 10 രൂപയല്ല, 10 ലക്ഷം കൊടുത്താലും തൻ്റെ മകനെ വിട്ടുകൊടുക്കില്ലെന്ന് ആ അമ്മ ഉറപ്പിച്ചു പറഞ്ഞു. ആൽഫ്രഡിന് ആ അമ്മയുടെ വേദന മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവരുടെ വികാരം ഒരു വേട്ടക്കാരൻ്റെ തന്ത്രത്തേക്കാൾ എത്രയോ വലുതാണെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. നിസ്സഹായനായി അയാൾ ആ ആവശ്യം ഉപേക്ഷിച്ചു. ഗ്രാമത്തിലെ ആളുകൾ ആ കുഞ്ഞിൻ്റെ ശരീരം ചുമലിലേറ്റി മെല്ലെ ദേവമണിലേക്ക് തിരിച്ചു നടന്നു. അപ്പോഴും ആളുകൾ അവിടെ ചിതറി നടക്കുന്നുണ്ടായിരുന്നു. അതിശയകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ 100 കണക്കിന് ആളുകൾ അവിടെ ഉണ്ടായിരുന്നിട്ടും ആ പുലി ഒന്നിനെ പോലും തൊട്ടില്ല എന്നതാണ്. അതിൻ്റെ കണ്ണ് മനുഷ്യരിൽ മാത്രമായിരുന്നു. എങ്കിലും ഒരു ചെറിയ പ്രതീക്ഷ ആൽഫ്രഡിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇരയെ നഷ്ടപ്പെട്ട ദേഷ്യത്തിൽ ആ പുലി അവിടേക്ക് തിരിച്ചു വന്നാലോ? സൂര്യൻ അസ്തമിക്കാൻ ഇനിയും അധികം നേരമില്ല. ആൽഫ്രഡ് ആ തോടിൻ്റെ അരികിലുള്ള ഒരു വലിയ പാറയ്ക്ക് പിന്നിൽ പതുങ്ങിയിരുന്നു. കയ്യിൽ തൻ്റെ വിശ്വസ്തമായ റൈഫിൽ മുറുകെ പിടിച്ച് അയാൾ ശ്വാസം അടക്കി പിടിച്ച് കാറ്റ് വീശുമ്പോൾ ഉണങ്ങിയ മുൾച്ചെടികൾ തമ്മിലുരസുമ്പോഴുണ്ടാകുന്ന കരകര ശബ്ദം അവിടെ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം അതൊന്നും ഗൗനിക്കാതെ അവിടെ തന്നെ അങ്ങനെ ഇരുന്നു. ദൂരെ എവിടെയോ ഒരു മയിൽ കരയുന്നത് അയാൾ കേട്ടു. മിനിറ്റുകൾ മണിക്കൂർ പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. ആ പ്രദേശത്തേക്ക് ഇരുട്ട് ആഴ്ന്നിറങ്ങിയതോടെ കാടിൻ്റെ നിശബ്ദത മാറിത്തുടങ്ങി. ഓരോ നിഴലിലും അയാൾ ആ പുള്ളിപ്പുലിയെ തിരഞ്ഞു. പെട്ടെന്നായിരുന്നു മുകളിൽ കുറ്റിക്കാടിൽ ഒരു ചെറിയ ഇല അനങ്ങുന്ന ശബ്ദം അയാൾ കേട്ടത്. ഒരു ചെറിയ ഉണങ്ങിയ കൊമ്പ് പൊട്ടുന്ന ശബ്ദവും അയാൾ കേട്ടിരുന്നു.
ആ നിശബ്ദതയിൽ അത് അവിടെ മുഴങ്ങി കേൾക്കാമായിരുന്നു. ആൽഫ്രഡിൻ്റെ വിരലുകൾ തോക്കിൻ്റെ ട്രിഗറിന്മേൽ നീങ്ങി. എന്നാൽ അയാൾ പ്രതീക്ഷിച്ചതുപോലെ അയാൾക്ക് മുന്നിൽ കണ്ടത് ആ പുള്ളിപ്പുലി ആയിരുന്നില്ല. ആ പാറയുടെ മറവിൽ ശ്വാസം അടക്കി പിടിച്ചിരുന്ന ആൽഫ്രഡിൻ്റെ കണ്ണുകൾ ആ മുൾക്കാടിൻ്റെ ഓരോ ചലനത്തെയും ഒപ്പിയെടുക്കുകയായിരുന്നു. എന്തോ ഒന്ന് അവിടെ അനങ്ങുന്നുണ്ട്, തീർച്ച. ഉണങ്ങിയ ഇലകൾക്കിടയിലൂടെയുള്ള ആ ഇഴച്ചിൽ ശബ്ദം അയാളുടെ കാതുകളിലേക്ക് തുളച്ചു കയറുന്നുണ്ടായിരുന്നു. അതോടെ അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ് പതുക്കെ കൂടുവാനും തുടങ്ങി. വിരലുകൾ റൈഫിലിൻ്റെ ട്രിഗറിന്മേൽ മെല്ലെ അമർന്നു. ഇത്തവണ നീ രക്ഷപ്പെടില്ലടാ, അയാൾ മനസ്സിൽ ഉറപ്പിച്ചു. എന്നാൽ ആ ഇരുട്ടിൽ നിന്നും മെല്ലെ തല പുറത്തേക്കിട്ട് വന്നത് ആ നരഭോജി ആയിരുന്നില്ല. കാട്ടുചെടികൾക്കിടയിൽ ഭക്ഷണം തിരയുന്ന ഒരു ചെറിയ മരപ്പെട്ടിയായിരുന്നു അത്. അത് കണ്ടതും നിരാശയും ആശ്വാസവും അദ്ദേഹത്തിന് ഒരുപോലെ തോന്നി. ആൽഫ്രഡ് ഒരു ദീർഘശ്വാസം വിട്ടു. രാത്രിയുടെ ആ നിശബ്ദതയിൽ ആ ചെറിയ മൃഗം പോലും അയാളുടെ ഉള്ളിൽ വലിയൊരു ഭീതി ജനിപ്പിച്ചു. നേരം ഒരുപാട് വൈകി. ചന്ദ്രൻ്റെ ആ നേർത്ത വെളിച്ചം പോലും ആ കാടിൻ്റെ ഭീകരത കുറയ്ക്കുന്നില്ല. പാറക്കെട്ടുകൾക്കിടയിൽ തങ്ങി നിൽക്കുന്ന തണുത്ത കാറ്റ് അയാളുടെ ശരീരത്തെ വിറപ്പിക്കുന്നുണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അയാൾക്ക് തോന്നി. പുലി വളരെ കൗശലക്കാരനായ മൃഗമാണ്. താൻ റൈഫിലുമായി ഇവിടെ പതുങ്ങിയിരിക്കുന്നത് ആ പുലി ദൂരെ നിന്നും എവിടെ നിന്നെങ്കിലും കണ്ടു കാണണം. പിന്നെ ആൽഫ്രഡ് അവിടെ ഇരുന്നില്ല. അവിടുന്ന് പതുക്കെ എഴുന്നേറ്റു. ഓരോ ചുവടും അതീവ ശ്രദ്ധയോടെ വെച്ച് ക്യാമ്പിലേക്ക് തിരിച്ചു നടന്നു. ഇരുട്ടിൽ ഉണങ്ങിയ കമ്പുകൾ ഒടിയുന്ന ശബ്ദം കേൾക്കുമ്പോൾ അയാൾ പതിയെ തോളിൽ നിന്നും തോക്ക് കയ്യിലേക്കെടുക്കും. കാട് മുഴുവൻ തന്നെ നോക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. ക്യാമ്പിലെത്തിയപ്പോൾ അവിടെയുള്ള മനുഷ്യരുടെ മുഖത്ത് ഭയം ഉറഞ്ഞു കൂടുന്നുണ്ടായിരുന്നു. ആൽഫ്രഡ് അത് ശ്രദ്ധിച്ചു. ആ നരഭോജിയെക്കുറിച്ചുള്ള കഥകൾ അവിടെ തീ കായുന്നവർക്കുള്ളിൽ അലയടിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 3 മാസമായി ആ പ്രദേശം മുഴുവൻ ഒരു കൊലയാളി മൃഗത്തിൻ്റെ നിഴലിലാണ് കഴിയുന്നത്. 12ഓളം മനുഷ്യരെയാണ് ആ ക്രൂരനായ മൃഗം ഇതുവരെയും കൊന്നു തള്ളിയത്. ഗ്രാമവാസികൾ ആൽഫ്രഡിനെ വളഞ്ഞു. അവിടെ വളഞ്ഞുകൂടിയ ഓരോരുത്തർക്കും ഓരോ കഥകൾ അദ്ദേഹത്തോട് പറയാനുണ്ടായിരുന്നു. ഓരോ കഥയിലും ആ മൃഗത്തിൻ്റെ ഭീകരത കൂടിക്കൂടി വന്നു. അവിടെ കൂടി നിന്നവരിൽ ഒരാൾ പറഞ്ഞ സംഭവം കേട്ടപ്പോൾ ആൽഫ്രഡിൻ്റെ രക്തം തണുത്തുറഞ്ഞുപോയി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അടുത്തുള്ള ഒരു കുടിലിൽ തൻ്റെ മകനോടൊപ്പം ഉറങ്ങിക്കിടന്നിരുന്ന ഒരു സ്ത്രീ. കാറ്റിൽ ആ പുല്ലുമേന ചുമരുകൾ മെല്ലെ ഉലയുന്നുണ്ടായിരുന്നു. പുറത്ത് കൂരിരുട്ടാണ്. പെട്ടെന്നാണ് ആ ശബ്ദം കേട്ടത്. ഉണങ്ങിയ പുല്ലുകൾ ആരോ മാന്തി പൊളിക്കുന്ന ശബ്ദം. ഉറങ്ങിക്കിടന്നിരുന്ന ആ സ്ത്രീ ഒന്ന് ഞെട്ടി. അടുത്ത നിമിഷം ആ നരഭോജി തൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് കുടിലിൻ്റെ പുല്ലുമേഞ്ഞിരുന്ന ചുമരുകൾ ആന്തി പൊളിച്ചു. ധാരമുണ്ടാക്കി. യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ അത് തൻ്റെ തല ആ വിടവിലൂടെ ഉള്ളിലേക്ക് കടത്തി. ഉറങ്ങിക്കിടന്നിരുന്ന ആ പാവം സ്ത്രീയുടെ തല തൻ്റെ ഭീകരമായ താടിയെല്ലുകൾക്കിടയിൽ അത് അമർത്തിപ്പിടിച്ചു. അവൾക്ക് ഒന്ന് നിലവിളിക്കുവാൻ പോലും കഴിഞ്ഞില്ല. മരണം തൊട്ടു മുന്നിലെത്തിയിരിക്കുന്നു. വീട്ടിനുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന മറ്റുള്ളവർ ഉണർന്ന് നിലവിളിച്ചുകൊണ്ട് അവിടേക്ക് ഓടിയെത്തി. അതുകൊണ്ട് മാത്രമാണ് ആ ഇരയെ ഉപേക്ഷിച്ച് ആ പുള്ളിപ്പുലി അവിടെ നിന്നും പോയത്. പക്ഷെ അപ്പോഴേക്കും എല്ലാം വൈകിപ്പോയിരുന്നു. ആ പുള്ളിപ്പുലിയുടെ കൂർത്ത കോമ്പലുകളുണ്ടല്ലോ, ആ സ്ത്രീയുടെ തലയോട്ടി പിളർന്ന് ഉള്ളിലേക്ക് കയറിയിരുന്നു. നേരം വെളുക്കുന്നതിന് മുമ്പ് അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ കഥ കേൾക്കുമ്പോൾ ആൽഫ്രഡ് തരിച്ചു നിന്നുപോയി. താൻ നേരിടാൻ പോകുന്നത് വെറുമൊരു മൃഗത്തെയല്ല, മറിച്ച് മനുഷ്യൻ്റെ ഓരോ നീക്കവും പഠിച്ച് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന രാക്ഷസനെയാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. ആൽഫ്രഡ് തൻ്റെ ടെൻറ്റിലേക്ക് നടക്കുമ്പോൾ തൻ്റെ കുതിരകളുടെ സംരക്ഷകനായിരുന്ന സൈസ് എന്ന ഒരാൾ ഓടിയെത്തി. അയാളുടെ മുഖത്ത് മരണഭയമുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, സാഹിബ്, അത് ഇവിടെ തന്നെയുണ്ട്. കുതിരകളെ കെട്ടിയിരിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഒരു കുറ്റിക്കാടിനുള്ളിൽ വലിയൊരു നിഴൽ അനങ്ങുന്നത് ഞാൻ കണ്ടു. ആൽഫ്രഡ് ഞെട്ടിപ്പോയി. ആ നരഭോജിയായ പുലി തൻ്റെ ക്യാമ്പിൻ്റെ പടിവാതിക്കൽ വരെ എത്തിയിരിക്കുന്നു. പുറത്തു പടർന്ന ഇരുട്ടിലേക്ക് നോക്കിയ അയാളുടെ ഉള്ളിൽ ഒരു ഭയം അരിച്ചു കയറി. ആ ക്രൂരമായ കണ്ണുകൾ ഇപ്പോൾ എവിടെയോ ഇരുന്ന് തന്നെ നോക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. ക്യാമ്പിലെ ഓരോ മനുഷ്യനും ആ രാത്രിയിൽ ശ്വാസം അടക്കി പിടിച്ചാണ് ഇരുന്നത്. തീ കായുന്നവരുടെ മുഖത്ത് പേടി നെള്ളിക്കുന്നുണ്ടായിരുന്നു. ആൽഫ്രഡ് ഓരോ സ്ഥലത്തും പോയി പരിശോധിച്ചു. വിറകുകൾ കത്തിക്കുന്ന ആ ചെറിയ വെളിച്ചത്തിൽ അയാൾ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കി. എല്ലാവരോടും ജാഗ്രത പാലിക്കുവാൻ അയാൾ കർശനമായി നിർദ്ദേശം നൽകി. കുതിരകളെ കെട്ടിയിരുന്ന സ്ഥലത്തേക്കും അയാൾ പോയി. അവയുടെ നിൽപ്പ് അയാൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. മൃഗങ്ങൾക്ക് എന്തോ ഒരു അപായ സൂചന കിട്ടിയിരിക്കുന്നു.
അവ ഇപ്പോൾ വല്ലാതെ അസ്വസ്ഥമാണ്. അങ്ങനെയാണെങ്കിൽ ആ പുലി ഇവിടെ എവിടെയോ ഉണ്ട്, അയാളുടെ മനസ്സിൽ പറഞ്ഞു. ആൽഫ്രഡ് പിന്നെ നടന്നു പോയത് അദ്ദേഹത്തിൻ്റെ ടെൻറ്റിൻ്റെ ഉള്ളിലേക്കാണ്. ഒട്ടും വൈകിയില്ല. ലോഡ് ചെയ്ത് വെച്ചിരുന്ന റൈഫിൾ തൻ്റെ കട്ടിലിന് തൊട്ടടുത്ത് തന്നെ വെച്ചു. ഒരു സെക്കൻഡ് പോലും അശ്രദ്ധ കാണിച്ചാൽ മരണം മുന്നിലെത്തുമെന്ന് അയാൾക്ക് നല്ല പോലെ അറിയാമായിരുന്നു. പുറത്ത് കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ആ കാറ്റിൽ മുൾച്ചെടികൾ അനങ്ങുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. അതല്ലാതെ മറ്റൊരു ശബ്ദവും അവിടെ ഉണ്ടായിരുന്നില്ല. തികഞ്ഞ നിശബ്ദത മാത്രമായിരുന്നു. കുറച്ചു സമയം കൂടെ മുന്നിലേക്ക് പോയപ്പോൾ ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ആ ശബ്ദം അവിടെ കേട്ടു. ഒരു കുറുക്കൻ്റെ ഓരിയിടൽ ശബ്ദമായിരുന്നു അത്. പക്ഷേ ഇതൊരു സാധാരണ കരച്ചിലല്ല. കാടിൻ്റെ മക്കളായ ആദിവാസികൾക്കും വിവരമുള്ള വേട്ടക്കാർക്കും ഈ ശബ്ദം കേട്ടാൽ ഉറപ്പിക്കാം പരിസരത്ത് എവിടെയോ ഒരു വലിയ വേട്ടക്കാരൻ പതുങ്ങിയിരിക്കുന്നുണ്ടെന്ന്. ഒന്നെങ്കിൽ ഒരു കടുവ, അല്ലെങ്കിൽ ഒരു പുലി. ആൽഫ്രഡ് ഒരു നിമിഷം പോലും കളയാതെ തോക്കെടുത്ത് പുറത്തേക്ക് ചാടി. ഇരുട്ടിലേക്ക് കണ്ണുകൾ പായിച്ചു. മണ്ണെണ്ണ വെളിച്ചത്തിന് പിന്നിൽ കൂരിട്ടാണ്. ആ ഇരുട്ടിൽ എവിടെയോ ആ മഞ്ഞക്കണ്ണുകൾ തന്നെ നോക്കിയിരിപ്പുണ്ടെന്ന് അയാൾക്ക് തോന്നി. അയാൾ തൻ്റെ ജോലിക്കാരെ വിളിച്ചുണർത്തി. തീ ഒന്നുകൂടി ആളിപ്പടർത്തുവാൻ പറഞ്ഞു. നേരം വെളുത്തപ്പോൾ കണ്ട കാഴ്ച, അങ്ങനെ നേരം വെളുക്കുവോളം ആ ക്യാമ്പിൽ ആ തീ അങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു. നേരം വെളുത്തപ്പോൾ കണ്ട കാഴ്ച അയാളെ അമ്പരപ്പിച്ചു. ക്യാമ്പിൻ്റെ ചുറ്റുമുള്ള നനഞ്ഞ മണ്ണിൽ ആ പുലിയുടെ പുതിയ കാൽപ്പാടുകൾ വ്യക്തമായി കാണാമായിരുന്നു. ആൽഫ്രഡ് മുട്ടുകുത്തി നിന്ന് ആ പാടുകൾ പരിശോധിച്ചു. ഒരു തവണയല്ല ആ പുലി ആ രാത്രിയിൽ അവിടേക്ക് വന്നത്. പലതവണയും അവിടേക്ക് എത്തിയതിൻ്റെ പാടുകൾ അവിടെ കാണാമായിരുന്നു. സൈസ് ആ നിഴൽ കണ്ട സമയത്തും പിന്നീട് കുറുക്കൻ ഓരിയിട്ട സമയത്തും ആ നരഭോജി തൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. അതായത് ആ പുള്ളിപ്പുലി തങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടായിരിക്കുകയാണ്. ഒരു പിഴവ് കാത്തിരിക്കുകയായിരുന്നു. പിന്നീടുള്ള 3 ദിവസങ്ങളിലും ആൽഫ്രഡ് തൻ്റെ പതിവ് പോലെ നായാട്ടിന് പോയി. കുന്നിൻ ചെരുവുകളിൽ മാനുകളെ വേട്ടയാടി. അയാളുടെ ശ്രദ്ധ മുഴുവൻ ആ പുള്ളിപ്പുലിയുടെ കാൽപ്പാടുകളായിരുന്നു. പക്ഷേ ആ നരഭോജി വായുവിൽ അലിഞ്ഞു പോയതുപോലെ അപ്രത്യക്ഷമായിരുന്നു. പിന്നീട് ആ നരഭോജി അവിടെ ഉള്ളതിൻ്റെ ഏതെങ്കിലും ഒരു ലക്ഷണങ്ങളോ അതിന് റിപ്പോർട്ടുകളോ ഒന്നും ലഭിച്ചില്ല. കാട് വല്ലാതെ ശാന്തമായി. ഈ ശാന്തതയാണ് ഏറ്റവും അപകടകരം. ഗ്രാമവാസികൾ പതുക്കെ തങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ തുടങ്ങി. അവർ വിചാരിച്ചു ആ പുള്ളിപ്പുലി എങ്ങോട്ടോ പോയി എന്ന്. കുട്ടികൾ വീണ്ടും വൈകുന്നേരങ്ങളിൽ മുറ്റത്ത് കളിച്ചു തുടങ്ങി. കൃഷിക്കാർ തങ്ങളുടെ പാടങ്ങളിൽ നേരം ഇരുട്ടുന്നതുവരെയും പണിയെടുക്കുവാനും തുടങ്ങി. പാവം മനുഷ്യർ ആ പുള്ളിപ്പുലി തങ്ങളെ ഒളിഞ്ഞിരുന്ന് നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. പക്ഷേ ആൽഫ്രഡ് തൻ്റെ ജോലിക്കാർക്ക് കർശനമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഈ നിശബ്ദത വിശ്വസിക്കരുത്. അവൻ എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് മടങ്ങിയെത്തും. എവിടെയെങ്കിലും മറഞ്ഞിരുന്ന് നമ്മളെ നിരീക്ഷിക്കുകയായിരിക്കാം. അതുകൊണ്ട് ജാഗ്രത കൈവെടിയരുത്. അവനുള്ള ഇരയായി നിങ്ങൾ മാറരുത്. ഈ താക്കീതായിരുന്നു ആൽഫ്രഡ് എല്ലാവർക്കും നൽകിയത്. ആ ഭയം അനർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് നടന്ന കാര്യങ്ങൾ. ദേവ്ബണിയിൽ നിന്നും ഏകദേശം 6 മൈൽ ദൂരെയുള്ള അജാര എന്ന ഗ്രാമത്തിൽ നിന്നും ഒരു ഞെട്ടിക്കുന്ന വാർത്ത അവിടേക്കെത്തി. അജാര ഗ്രാമത്തിലെ വയസ്സായ മനുഷ്യൻ ആ നരഭോജിയുടെ ഇരയായി തീർന്നിരിക്കുന്നു. പാതിരാത്രിയിൽ ഒന്ന് പുറത്തേക്കിറങ്ങിയതാണ് ആ പാവം. ഒരു നിമിഷം കൊണ്ട് അദ്ദേഹത്തെ മരണം പിടികൂടി. അജാരയിലെ ആ വൃദ്ധൻ്റെ മരണം ദേവബണിലും ഭീതിയുടെ നിഴൽ പടർത്തി. ആൽഫ്രഡ് ആ സ്ഥലത്തേക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചു. കാരണം പുലി ഇരയെ ഉപേക്ഷിച്ചു പോയി കഴിഞ്ഞാൽ ഇനി അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അയാൾ ദേവബണിൽ തന്നെ തങ്ങി. പകൽ സമയത്ത് അയാൾ അടുത്തുള്ള തോട്ടങ്ങളിലും പാറക്കൂട്ടങ്ങൾക്കിടയിലും മാനുകളെയും മറ്റും വേട്ടയാടി. പക്ഷേ അയാളുടെ കണ്ണുകൾ എപ്പോഴും തിരയുന്നത് ആ നരഭോജിയുടെ കാൽപ്പാടുകളെ ആയിരുന്നു. ഓരോ ദിവസവും അയാൾ ഗ്രാമവാസികളോട് പുതിയ വിവരങ്ങൾ തിരക്കി. ഓരോ രാത്രി കഴിയുമ്പോഴും ക്യാമ്പിൻ്റെ സുരക്ഷ കൂട്ടിക്കൊണ്ടേയിരുന്നു. ആ ദിവസങ്ങളിൽ ആകാശത്ത് ചന്ദ്രൻ തെളിഞ്ഞു വരാൻ തുടങ്ങി. പൗർണമി അടുത്തതോടെ രാത്രിയിൽ കാടിന് ഒരു വെള്ളി വെളിച്ചം കൈവന്നു. സാധാരണക്കാർക്ക് ആ വെളിച്ചം ആശ്വാസമാണെങ്കിലും ഒരു വേട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു വെല്ലുവിളിയാണ്. പുള്ളിപ്പുലികൾ നിഴലുകളെയും വെളിച്ചത്തെയും മനുഷ്യനേക്കാൾ നന്നായി ഉപയോഗിക്കാൻ അറിയാവുന്ന ഒന്നാണ്. അത്തരമൊരു രാത്രിയിൽ ആൽഫ്രഡും ഭാര്യയും തങ്ങളുടെ ടെൻറ്റിന് പുറത്തിരുന്ന് തണുത്ത കാറ്റേൽക്കുകയായിരുന്നു. ക്യാമ്പിന് ചുറ്റും വലിയ മാവുകൾ നിന്നിരുന്നു. നിലാവെളിച്ചം ആ മാവുകൾക്കിടയിലൂടെ അരിച്ച് ഇറങ്ങുന്നു. അത് മണ്ണിൽ വെള്ളി നക്ഷത്രം പോലെ തിളങ്ങുന്നുമുണ്ട്. അന്തരീക്ഷം വല്ലാത്തൊരു ശാന്തത കൈവരിച്ചതുപോലെ അദ്ദേഹത്തിന് തോന്നി.
ചുറ്റും തികഞ്ഞ നിശബ്ദതയാണ്. പെട്ടെന്ന് അതിനെ കീറി മുറിച്ചുകൊണ്ട് മാന്തോപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരു കുറുക്കൻ്റെ കരച്ചിൽ ഉയർന്നു കേട്ടു. അതൊരു സാധാരണ കരച്ചിലായിരുന്നില്ല. വല്ലാത്ത വെപ്രാളവും പേടിയും ആ ശബ്ദത്തിലുണ്ടായിരുന്നു. ഉടനെ രണ്ടാമത്തെ കുറുക്കനും മൂന്നാമത്തെ കുറുക്കനും ഓരിയിട്ടു. ആൽഫ്രഡ് ചാടി എഴുന്നേറ്റു. അയാൾക്ക് ആ അടയാളങ്ങൾ കൃത്യമായി അറിയാം. പരിസരത്ത് ഒരു വലിയ വേട്ടക്കാരൻ ഇറങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായിരുന്നു അത്. അയാൾ ആ വെളിച്ചത്തിലേക്ക് കണ്ണോടിച്ചു. അതാ വെള്ളി വെളിച്ചം തങ്ങി നിൽക്കുന്ന ആ തുറന്ന മൈതാനത്തിലൂടെ ഒരു വലിയ പുലി അതിവേഗം ഗൗരവത്തോടെ നടന്നു നീങ്ങുന്നു. അതിൻ്റെ ആ നടപ്പ് ഒരു തരം രാജകീയത തുളുമ്പുന്നുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ രണ്ട് കുറുക്കന്മാരും പേടിച്ചരണ്ട് നടക്കുന്നു. പുലി വലുതും വേട്ടയാടിയാൽ അതിൻ്റെ ബാക്കി കിട്ടുമോ എന്ന പ്രതീക്ഷയിലാണ് അവരും. ആൽഫ്രഡ് ഒരു നിമിഷം പോലും കളയാതെ ടെൻറ്റിനുള്ളിലേക്ക് ഓടിക്കയറി. കയ്യിൽ ആദ്യം തടഞ്ഞ തോക്ക് അയാൾ എടുത്തു. അത് തൻ്റെ .375 മാൽസ്റ്റർ റൈഫിലായിരുന്നു. സത്യത്തിൽ അത്തരമൊരു രാത്രിയിൽ പതുങ്ങിയൊരു വെടിവെക്കാൻ പറ്റിയ സ്മൂത്ത് ബോറിൻ്റെ തോക്കായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ ചതിച്ചു. ചിന്തിച്ചു നിൽക്കാൻ സമയമില്ലായിരുന്നു. അയാൾ കയ്യിലെടുത്ത തൻ്റെ തോക്കുമായി തോടിൻ്റെ അരികിലേക്ക് ഓടി. പുലി ആ തോടിന് പുറത്തുള്ള ചരിവിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. ആൽഫ്രഡ് ശ്വാസം അടക്കി പിടിച്ച് തോടിൻ്റെ അരികിലേക്കെത്തി. പുലി അവിടെയുണ്ട്. പക്ഷേ സത്യം ആ നിമിഷം വിധി അയാൾക്ക് എതിരായിരുന്നു. ആൽഫ്രഡിൻ്റെ സാന്നിധ്യം ആ രണ്ട് കുറുക്കന്മാരും മണത്തറിഞ്ഞു. അവ വല്ലാത്ത ഒരു ശബ്ദമുണ്ടാക്കി. നാലുപാടും ഓടാൻ തുടങ്ങി. ഇത് കണ്ട പുലി ഉടനെ അപകടം മണത്തറിഞ്ഞു. ഒരു മിന്നൽ പിണർപ്പ് പോലെ അത് തോട് ചാടിക്കടന്ന് മറ്റൊരു ഭാഗത്തേക്ക് മറഞ്ഞു. പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു അത്. ആൽഫ്രഡ് ഒട്ടും വൈകിയില്ല. അയാൾ ലക്ഷ്യം വെച്ച് ഒരൊറ്റ വെടി പൊട്ടിച്ചു. ആ വലിയ ശബ്ദം മലനിരകളിൽ തട്ടി പ്രതിധ്വനിച്ചു. പക്ഷേ ഇരുട്ടിൽ ഏകദേശം ധാരണയിൽ തൊടുത്തുവിട്ട ആ വെടിയുണ്ട പുലിയെ സ്പർശിക്കാതെ എവിടേക്കോ പോയി. അടുത്ത നിമിഷം ആ നരഭോജി കരിമ്പാറകൾക്കിടയിൽ നിന്നും മറ്റെവിടേക്കോ അപ്രത്യക്ഷമായി. ആൽഫ്രഡ് ഒരു ദീർഘശ്വാസം എടുത്തു. അവൻ വീണ്ടും എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. അവൻ വെറും ഒരു പുലിയല്ല. ആൽഫ്രഡിന് ഇപ്പോൾ 100% ഉറപ്പായി. അവൻ തൻ്റെ ക്യാമ്പിനെ വട്ടമിടുകയാണ്. അടുത്ത ഇഴയ്ക്കായി അവൻ പതുങ്ങിയിരിക്കുകയാണ്. ആ രാത്രിയിലെ ആ പരാജയം ആൽഫ്രഡിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം ശരിയായിരുന്നുവെങ്കിൽ ആ നരഭോജിയുടെ കഥ അവിടെ തീരുമായിരുന്നു. പക്ഷേ ആ നരഭോജി ഇപ്പോൾ വെറുമൊരു മൃഗമല്ല. തനിക്കും തൻ്റെ ക്യാമ്പിനും നേരെയുള്ള ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. അവൻ ഗ്രാമീണരെ മാത്രമല്ല ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അവനിപ്പോൾ ഞങ്ങളുടെ ക്യാമ്പിനെയും ലക്ഷ്യം വെച്ച് തുടങ്ങിയിരിക്കുന്നു. ഇതിനൊരു അന്ത്യം കുറിച്ച് മതിയാവുകയുള്ളൂ, അയാൾ അയാളുടെ മനസ്സിൽ കുറിച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ ആൽഫ്രഡ് ഒരു പുതിയ പദ്ധതി ആസൂത്രണം ചെയ്തു. ക്യാമ്പിൽ നിന്നും അല്പം മാറി കാടിനോട് ചേർന്ന് ഒരു വലിയ മരത്തിൽ മച്ചാൻ കെട്ടാൻ ഉത്തരവ് കൊടുത്തു. മരങ്ങൾ വെട്ടുന്ന ശബ്ദം ആ പ്രഭാതത്തിൻ്റെ നിശബ്ദതയിൽ മുഴങ്ങിക്കേൾക്കാമായിരുന്നു. മരത്തിൻ്റെ ഉറപ്പുള്ള ശാഖകൾക്കിടയിൽ മുളയും കയറും ഉപയോഗിച്ച് അവർ ആ ഇരിപ്പിടം അവിടെ തയ്യാറാക്കി. ഇരയായി അവർ താഴെ ഒരു ആടിനെയും കെട്ടി. ഒരു പുലിയെ സംബന്ധിച്ചിടത്തോളം ആടിൻ്റെ മണം വായുവിൽ അലിഞ്ഞു ചേർന്നത് വല്ലാത്തൊരു പ്രലോഭനമാണ് അവയ്ക്ക് നൽകുന്നത്. സൂര്യൻ ചക്രവാളത്തിൽ മറഞ്ഞു. കാടിന് നിറം പതുക്കെ കടും പച്ചയിൽ നിന്നും കറുപ്പിലേക്ക് മാറി മറിഞ്ഞു. ആൽഫ്രഡ് തൻ്റെ റൈഫിലുമായി മച്ചാനിൽ ഇരിപ്പുറപ്പിച്ചു. ചുറ്റുമുള്ള കാട് നിശബ്ദമായി തുടങ്ങി. കാറ്റിൽ ഇലകളുടെ മർമ്മര ശബ്ദം അവിടെ മുഴങ്ങി കേൾക്കാമായിരുന്നു. ദൂരെ എവിടെയോ ഒരു രാപ്പക്ഷി കരയുന്നുണ്ട്. മച്ചാനിൽ ഇരിക്കുന്ന ആൽഫ്രഡിൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളും അതീവ ജാഗ്രതയിലായിരുന്നു. അദ്ദേഹം തൻ്റെ ചുറ്റുപാടും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി. ഇരയായി അവിടെ കെട്ടിയിരിക്കുന്ന ആട് ഇടയ്ക്കിടെ കരയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കരച്ചിൽ ആ രാത്രിയെ ഭീകരത വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. സമയം പാതിരാത്രിയോട് അടുത്തു. മണിക്കൂറോളമുള്ള ആൽഫ്രഡിൻ്റെ കാത്തിരിപ്പ് കണ്ണുകളെ തളർത്തിക്കഴിഞ്ഞു. ഉറക്കം അയാളെ മെല്ലെ പിടികൂടാൻ തുടങ്ങി. പെട്ടെന്ന് താഴെ നിന്നും ആ ശബ്ദം അയാൾ കേട്ടു. ഒരു വല്ലാത്ത പിടിവലിക്കുന്ന ഞെട്ടിക്കുന്ന ശബ്ദമായിരുന്നു അത്. താഴെ ഇരയായി കെട്ടിയിരിക്കുന്ന ആട് പ്രാണവേദന കൊണ്ട് പിടയുന്ന ശബ്ദമായിരുന്നു ആൽഫ്രഡ് കേട്ടത്. തൊട്ടടുത്തിരുന്ന 12 ബോറിൻ്റെ തൻ്റെ തോക്ക് കയ്യിലെടുത്തു. താഴെ ഇരുട്ടിൽ എന്തോ ഒരു രൂപം ആടിനെ കടിച്ചു വലിക്കുകയാണ്. അയാൾക്കത് വ്യക്തമായി കാണാൻ കഴിയും. പിന്നെ ഒരു നിമിഷം പോലും അയാൾ കളഞ്ഞില്ല. അയാൾ ട്രിഗർ അമർത്തി. വെടിയുടെ ശബ്ദം അവിടെ മുഴങ്ങി. താഴ്വരെ അത് പ്രകമ്പനം കൊള്ളിച്ചു. ആ രൂപം താഴെ വീണ് കിടക്കുന്നു. അതിൽ നിന്നും ഒരു ശബ്ദം പോലും അവിടെ കേട്ടില്ല. ആൽഫ്രഡിൻ്റെ ഉള്ളിൽ അതോടെ ഒരു ആവേശം കയറി. ഒടുവിൽ ആ നരഭോജിയെ ഞാൻ വീഴ്ത്തിയിരിക്കുന്നു.
അയാൾ വേഗത്തിൽ മച്ചാനിൽ നിന്നും താഴേക്കിറങ്ങി. അയാളുടെ കൈവശമുണ്ടായിരുന്ന ടോർച്ചിൻ്റെ വെളിച്ചം ആ മൃഗത്തിന് നേരെ അയാൾ തിരിച്ചു. പക്ഷേ ആ കാഴ്ച കണ്ട അയാൾ തകർന്നുപോയി. അത് ആ പുള്ളിപ്പുലി ആയിരുന്നില്ല, മറിച്ച് ഒരു കഴുതപ്പുലിയായിരുന്നു. ആടിൻ്റെ കഴുത്തിൽ തൻ്റെ താടികള്ളികൾ ആഴത്തിലിറക്കിയ നിലയിലായിരുന്നു അതവിടെ ചത്ത് കിടന്നിരുന്നത്. ആ പാവം ആടും അപ്പോഴേക്കും ചത്തു കഴിഞ്ഞിരുന്നു. ആ രാത്രിയിലെ കഷ്ടപ്പാടുകൾ മുഴുവൻ വെറുതെ ആയിരിക്കുന്നു. ആ നരഭോജി ഇത്തവണയും തൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയിരിക്കുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം ആൽഫ്രഡ് തൻ്റെ കുതിരപ്പുറത്തേറി ക്യാമ്പിലേക്ക് മടങ്ങുകയായിരുന്നു. സന്ധ്യസമയം. ആകാശത്ത് വെളിച്ചം മാഞ്ഞു തുടങ്ങി. കൂടെയുള്ള ഒരു ആദിവാസി പയ്യൻ പെട്ടെന്ന് മലയുടെ മുകളിലേക്ക് ഒരു വലിയ കരിമ്പാറയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. അവിടെ ഏകദേശം 200 വാരയകലെ ഒരു രൂപം പതുങ്ങുന്നത് അവൻ കണ്ടു എന്നാണ് പറഞ്ഞത്. ആൽഫ്രഡ് അതീവ ശ്രദ്ധയോടെ കുതിരപ്പുറത്തു നിന്നും താഴേക്കിറങ്ങി. തൻ്റെ കൈവശമുണ്ടായിരുന്ന റൈഫിൾ അയാൾ കയ്യിലെടുത്തു. ആ പുലി അയാളെ അപ്പോഴേക്കും കണ്ടു കഴിഞ്ഞിരുന്നു. അത് പതുക്കെ അവിടെ നിന്നും എഴുന്നേറ്റു. ആൽഫ്രഡ് ശ്വാസം അടക്കി പിടിച്ച് ലക്ഷ്യം വെച്ച് പുലിയുടെ നെഞ്ചിൻ്റെ ഭാഗം ലക്ഷ്യമാക്കി അയാൾ വെടിപൊട്ടിച്ചു. വെടിയേറ്റ പുലി വലിയൊരു ശബ്ദത്തോടെ ആ പാറയിൽ നിന്നും താഴേക്ക് ഉരുണ്ടു വീണു. ആൽഫ്രഡും സംഘവും ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ആ പുലി അവിടെ ചത്തു കിടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ആ പുലിയെ പരിശോധിച്ചപ്പോൾ അതൊരു സാധാരണ പുള്ളിപ്പുലിയാണെന്നും അതൊരു ഫീമെയിലാണെന്നും അവർക്ക് മനസ്സിലായി. ആ ഗ്രാമവാസികൾ വന്നു നോക്കിയ ഒരേ സ്വരത്തിൽ പറഞ്ഞു, സാഹിബ്, ഇതാ നരഭോജിയായ പുലിയല്ല, അത് ഇതിലും വലിപ്പമുണ്ട്, അതൊരു ആൺപുലിയാണ്. 2 ദിവസങ്ങൾ കൂടി കടന്നുപോയി. എല്ലാവരും ചിന്തിച്ചു ആ പുലി എങ്ങോട്ടോ പോയി എന്ന്. എന്നാൽ അജാര ഗ്രാമത്തിൽ നിന്നും ആ നടുക്കുന്ന വാർത്ത വീണ്ടും എത്തി. ഒരു ചെറിയ കുട്ടിയെ പകൽ വെളിച്ചത്തിൽ എല്ലാവരും നോക്കി നിൽക്കെ ആ നരഭോജി തട്ടിക്കൊണ്ടുപോയി എന്ന്. കൂടെ ഉണ്ടായിരുന്ന മറ്റ് 6 കുട്ടികൾക്കൊപ്പമാണ് ആ പയ്യൻ ഉണ്ടായിരുന്നത്. വിറക് ശേഖരിക്കുവാൻ വേണ്ടി പോയിരുന്നതായിരുന്നു. വിറക് ശേഖരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അടുത്തുണ്ടായിരുന്ന ഒരു കുറ്റിക്കാടിൻ്റെ ഉള്ളിൽ ഒരു അനക്കം കണ്ടു. ഒരു കുട്ടി വ്യക്തമായി തന്നെ കണ്ടതാണ് ഒരു പുലി അവിടെ പതുങ്ങുന്നത്. അതോടുകൂടി അവൻ ബഹളം വെച്ച് ബാക്കി 6 പേരും ഗ്രാമത്തിലേക്ക് ഓടി. എന്നാൽ ഗ്രാമത്തിൽ നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തിയ കുട്ടികൾ ആ കാര്യം അവരോട് പറയുകയും ചെയ്തു. അപ്പോൾ മാത്രമാണ് 10 വയസ്സ് മാത്രം പ്രായമുള്ള അവർക്കൊപ്പം ഗ്രാമത്തിൽ നിന്നും അവരോടൊപ്പം വിറകൾ ശേഖരിക്കാമെന്ന ഒരു 10 വയസ്സുകാരൻ കുട്ടിയെ കാണാനില്ലെന്ന കാര്യം അവർ ഓർക്കുന്നത്. കാരണം അവൻ അവർക്കൊപ്പമാണ് അവിടേക്ക് പോയത്. അതോടുകൂടി കാര്യത്തിനൊരു തീരുമാനമായി. ആ കുട്ടിയെ ആ പുലി പിടിച്ചിരിക്കുന്നു. ഈ വിവരം ആൽഫ്രഡിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. അജാരയിലേക്കുള്ള വഴി അതീവ ദുർഘടകരമായ വഴിയാണ്. കുത്തനെയുള്ള കയറ്റവും ഉരുളൻ കല്ലുകളും നിറഞ്ഞ ഒരു പാതയാണ് ഉള്ളത്. എങ്കിലും ആൽഫ്രഡ് ഒട്ടും വൈകിയില്ല. അയാൾ തൻ്റെ കുതിരയെ വേഗത്തിൽ ഓടിച്ചു. തണുത്ത കാറ്റ് തൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുമ്പോഴും അയാളുടെ ഉള്ള് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. ഇത്രയും കുട്ടികൾ കൂടെ ഉണ്ടായിട്ടും പകൽ ഒളിച്ചെത്തിയ ഇത്രയും ധൈര്യമുള്ള അവൻ എങ്ങനെ ഇത് ചെയ്തല്ലോ? ഇവൻ വെറും ഒരു മൃഗമല്ല, ഇതൊരു പിശാചാണ്. ആൽഫ്രഡ് ചിന്തിച്ചു. ഇനിയും ഒരു നിമിഷം പോലും അവനെ ജീവനോടെ വെക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ അവനെ കൊല്ലണം. അജാരയിൽ എത്തിയ ആൽഫ്രഡിനെ എതിരേറ്റത് ഭയത്താൽ തകർന്നു പോയ ഒരു ഗ്രാമമായിരുന്നു. അയാൾ ഉടനെ 3 ഗ്രാമവാസികളെ കൂടെ കൂട്ടി. കുട്ടിയെ അവസാനമായി കണ്ട സ്ഥലത്തേക്ക് പുറപ്പെട്ടു. പക്ഷേ അവിടെ എത്തിയ അയാൾക്ക് കടുത്ത നിരാശയാണ് തോന്നിയത്. ഗ്രാമവാസികൾ പരിഭ്രാന്തരായി. ആ പ്രദേശം മുഴുവൻ അവർ ചവിട്ടി മെതിച്ച് കളഞ്ഞിരിക്കുന്നു. പുലിയുടെ കാൽപ്പാടുകളും കുട്ടിയെ വലിച്ചിഴച്ചു കൊണ്ടുപോയ അടയാളങ്ങളും ഒന്നും ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്നില്ല. മണ്ണൊക്കെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു. ഒരു വേട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ തിരിച്ചടി മറ്റൊന്നുമില്ല. ആൽഫ്രഡ് തൻ്റെ നിസ്സഹായ അവസ്ഥയിൽ ആകാശത്തേക്ക് ഒന്ന് നോക്കി. പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ ആ കാഴ്ചയിലുടക്കി. കുന്നിൻ ചെരുവിന് മുകളിലെ ആ വലിയ പാറയുടെ മുകളിൽ കഴുകന്മാരിയ്ക്കുന്നു. അതുകൂടാതെ വട്ടമിട്ട് പറക്കുന്നുമുണ്ട്. കാട്ടിൽ കഴുകന്മാർ ഒരു പ്രത്യേക സ്ഥലത്ത് ഇങ്ങനെ വട്ടമിട്ട് കയറണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ മരണം ഉണ്ട് എന്നാണ്. ആൽഫ്രഡ് ഒട്ടും വൈകിയില്ല. തൻ്റെ റൈഫിലും എടുത്തുകൊണ്ട് അയാൾ ആ കുന്ന് ലക്ഷ്യമാക്കി നടന്നു. ഓരോ ചുവടും മുന്നിലേക്ക് വെക്കുമ്പോഴും അയാളുടെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു. അങ്ങനെ അയാൾ ആ പാറക്കെട്ടിൻ്റെ അരികിലെത്തി. പെട്ടെന്ന് അവിടെ നിന്നും ഒരു ശബ്ദം അയാൾ കേട്ടു. 2 കല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന ഒരു ശബ്ദമായിരുന്നു അത്. ആൽഫ്രഡ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അതാ ആ പാറയുടെ മുകളിൽ ഒരു നിഴൽ പോലെ നരഭോജി വഴുതി പോകുന്നു. ഒരു സെക്കൻഡ് പോലും തികഞ്ഞില്ല. അതൊരു നിബിഡമായ കുറ്റിക്കാടിനുള്ളിലേക്ക് ഊളിയിട്ടിറങ്ങി. റൈഫിൾ തോളിലേക്ക് വെക്കാൻ പോലുമുള്ള സമയം അത് നൽകിയില്ല. കയ്യിൽ കിട്ടിയ അവസരം ഇത് അവൻ വീണ്ടും എൻ്റെ കൺമുന്നിൽ നിന്നും മാഞ്ഞു പോയിരിക്കുന്നു. അയാൾക്ക് ശരിക്കും നല്ല നിരാശയായി.
പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് അയാൾ ഉറക്കെ അലറി. പുലി ഓടിപ്പോയ ആ സ്ഥലത്തേക്ക് അവർ തിരച്ചിൽ തുടങ്ങി. ഒടുവിൽ 2 വലിയ പാറക്കെട്ടുകൾക്കിടയിൽ ഇടതൂർന്നു നിൽക്കുന്ന വിടവിൽ അവർ ആ കാഴ്ച കണ്ടു. ആ 10 വയസ്സുകാരൻ്റെ കുഞ്ഞു ശരീരം പുലി അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആ ദൃശ്യം കണ്ട ആൽഫ്രഡ് തകർന്നു പോയി. അയാൾ കുറച്ചു നേരം ആ പാറയുടെ പുറത്ത് തല താഴ്ത്തി തൻ്റെ കൈ നെഞ്ചിൽ വെച്ച് അല്പസമയം ഇരുന്നു പോയി. അത്രയും ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു അയാൾ അവിടെ കണ്ടത്. കുഞ്ഞിനോട് ആ മൃഗം കാണിച്ച ക്രൂരത, അതിന് പകരം മറ്റൊന്നുമില്ല. ഇതിന് പ്രതികാരം ചെയ്യേണ്ടത് തന്നെയാണ്. മരണം അല്ലാതെ മറ്റൊന്നും മടക്കി കൊടുക്കുവാനില്ല. അയാൾ മനസ്സിൽ മന്ത്രിച്ചു. ഗ്രാമവാസികളെ വിളിച്ച് ആ കുട്ടിയുടെ ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ പറഞ്ഞു. തിരികെ ക്യാമ്പിലേക്ക് മടങ്ങുമ്പോൾ ആൽഫ്രഡിൻ്റെ മനസ്സ് വല്ലാത്ത ഭാരമുണ്ടായിരുന്നു. തൻ്റെ സകല വിദ്യകളും ഈ നരഭോജി പുഷ്പം പോലെ പരാജയപ്പെടുത്തുകയാണ്. അയാൾക്ക് വല്ലാത്ത വിഷമവും കുറ്റബോധവും തോന്നി തുടങ്ങിയ നിമിഷങ്ങളായിരുന്നു അത്. അതിൻ്റെ കൂടെ ഒരു വിവരവും അവർ അറിയിച്ചു. ഗ്രാമത്തിലെ ആളുകൾ, ഗ്രാമം അവർ പതുക്കെ ഒഴിഞ്ഞു പോകുവാൻ പോകുകയാണെന്ന വിവരമായിരുന്നു അയാളെ അറിയിച്ചത്. ആ കാടിൻ്റെ നിഗൂഢതയിൽ എവിടെയോ ഇരുന്ന് ആ നരഭോജി തങ്ങളെ നോക്കി ചിരിക്കുകയാണെന്ന് അവർ അയാളോട് പറഞ്ഞു. ഈ ഭയം, ഈ നാട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ഇനിയും കഴിയില്ല. ഇനിയും എത്ര പേരുടെ ജീവൻ കുരുതി കൊടുക്കേണ്ടത് വരുമെന്നും ഞങ്ങൾക്കറിയില്ല. സാഹിബിന് കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് ആ പിശാചിനെ ഈ ഗ്രാമത്തിൽ നിന്നും ഒഴിപ്പിച്ചു താ. അടുത്ത ദിവസം രാവിലെ ആൽഫ്രഡിൻ്റെ ക്യാമ്പിലേക്ക് ഒരു സബ് ഇൻസ്പെക്ടർ എത്തി. അയാളുടെ മുഖത്ത് വല്ലാത്ത ഒരു ഗൗരവം ഉണ്ടായിരുന്നു. അയാൾ തൻ്റെ കുതിരപ്പുറത്ത് നിന്നും ഇറങ്ങി. ഈ സമയം ആൽഫ്രഡ് പെട്ടി തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാഹിബ്, എൻ്റെ വാക്കുകൾ കേൾക്കൂ. നിങ്ങൾ ഇവിടെ നിന്നും പോകുന്നതാണ് നല്ലത്. അയാൾ വളരെ ഗൗരവത്തോടെയാണ് പറഞ്ഞത്. ഈ പുള്ളിപ്പുലിക്ക് വല്ലാത്തൊരു ബുദ്ധിയുണ്ട്. കാടിൻ്റെ ഓരോ നീക്കങ്ങളും അവന് മനപ്പാടമാണ്. അയാൾ ആൽഫ്രഡിനെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. ചിലപ്പോൾ ഇനിയും വേട്ടയാടുവാൻ പോകുന്നത് നിങ്ങളുടെ തന്നെ ആളുകളെ ആയിരിക്കാം. സബ് ഇൻസ്പെക്ടറുടെ വാക്കുകളിൽ വല്ലാത്തൊരു ഭയമുണ്ടായിരുന്നു. നാട്ടുകാർക്കിടയിൽ മറ്റു ചില സംസാരങ്ങളുമുണ്ട്. ഈ പുലിക്ക് പിന്നിൽ ഏതോ ദുഷ്ടശക്തിയാണെന്ന്, അതായത് ദുർമന്ത്രവാദികളാണെന്ന്. അതുകൊണ്ട് ആർക്കും അവനെ വീഴ്ത്താൻ കഴിയില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ആൽഫ്രഡ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ക്യാമ്പ് ഉപേക്ഷിച്ച് പോകുന്നതായിരിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടർക്കും നല്ലത്. ആൽഫ്രഡ് അല്പസമയം ഒന്നും മിണ്ടിയില്ല. അതിനുശേഷം അയാൾ മറുപടി നൽകി. ഒരു വേട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നരഭോജികളും ബുദ്ധിയുള്ള മൃഗങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവയുടെ ഒരു പിഴവിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ് ഒരു വേട്ടക്കാരൻ്റെ ഉത്തമമായ ഗുണം. ഇവിടെയുള്ള ഗ്രാമത്തിലെ ആളുകളുടെ ഏക പ്രതീക്ഷ തന്നിലാണെന്നും അത് നിരാശയിലേക്ക് കൊണ്ടുപോകുവാൻ തനിക്ക് താല്പര്യമില്ലെന്നും ആൽഫ്രഡ് ആ ഇൻസ്പെക്ടറോട് പറഞ്ഞു. ആ വൈകുന്നേരം ക്യാമ്പിൽ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. ആൽഫ്രഡ് തൻ്റെ ടെൻറ്റിന് മുന്നിൽ ഒരു ചെറിയ വിളക്കിൻ്റെ വെളിച്ചത്തിൽ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. പുറത്തെ കാറ്റ് മരച്ചില്ലകളെ തഴുകിപ്പോകുന്ന ശബ്ദം അദ്ദേഹത്തിന് കേൾക്കാമായിരുന്നു. ആ ദിവസം അയാൾ നായാട്ടിനായി പുറത്തിറങ്ങിയിട്ടില്ല. പെട്ടെന്നാണ് ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് സയസ് ക്യാമ്പിലേക്ക് ഓടി വന്നത്. അവൻ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. അവൻ കിതച്ചുകൊണ്ട് പറഞ്ഞു, സാഹിബ്, ആ നരഭോജി ഇത് ഇവിടെയുണ്ട്. ടെൻറ്റിന് തൊട്ടു പിന്നിലെ മരങ്ങൾക്കിടയിൽ അവൻ പതുങ്ങിയിരിക്കുകയാണ്. ആൽഫ്രഡ് ഒരൊറ്റ സെക്കൻഡ് പോലും കളയാതെ പുസ്തകം എറിഞ്ഞു കളഞ്ഞിട്ട് അയാൾ നേരെ ടെൻറ്റിനുള്ളിലേക്ക് കുതിച്ചു കയറി. തൻ്റെ മാലിച്ചർ റൈഫിൾ പുറത്തെടുത്തു. സൈസിൻ്റെ കൂടെ അയാൾ ആ തോടിൻ്റെ അരികിലേക്ക് പാഞ്ഞു. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിനപ്പുറം ഇരുട്ട് കട്ട പിടിച്ച് നിൽക്കുകയാണ്. തോടിൻ്റെ ഉയർന്ന കരയിൽ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ അവർക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കാറ്റ് പോലും അനങ്ങാത്ത ആ നിമിഷം വല്ലാത്തൊരു ഭീതിയാണ് അവർക്കുള്ളിൽ നിറച്ചത്. പെട്ടെന്ന് ആ കുന്നിൻ ചെരിവിൻ്റെ ചരിവിൽ ഒരു നിഴൽ കണ്ടു. ആൽഫ്രഡ് തൻ്റെ തോക്ക് തയ്യാറാക്കി. അതാ ക്യാമ്പിൽ നിന്നും വെറും 100 വാര അകലെ ആ നരഭോജി പുള്ളിപ്പുലി നടന്നു പോകുന്നു. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ആ മൃഗം ആൽഫ്രഡിനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ മറ്റു പുലികളെപ്പോലെ അത് ഭയന്നോടിയില്ല. പകരം താൻ ഈ പ്രദേശത്തിൻ്റെ രാജാവാണെന്ന ഭാവത്തിലായിരുന്നു അവൻ്റെ നടത്ത. അത്യന്തം ഗർവോടെ അത് പതുക്കെ നടന്നു. താൻ പിടിക്കപ്പെടില്ലെന്ന് വല്ലാത്തൊരു ആത്മവിശ്വാസം ആ പുലിക്കുണ്ടായിരുന്നു. ആൽഫ്രഡ് ശ്വാസം അടക്കി പിടിച്ച്, ഇത്തവണ അവൻ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടില്ല, കാരണം അവനെ ഒളിച്ചിരിക്കുവാൻ അടുത്തൊന്നും ഒരു കുറ്റിക്കാടില്ല. അയാൾ റൈഫിൾ തൻ്റെ തോളിലേക്ക് എടുത്തുയർത്തി വെച്ചു. കൃത്യമായി ലക്ഷ്യം വെച്ച് ട്രിഗർ അമർത്തി. ആ വെടിയുണ്ട താഴ്വരയെ പ്രകമ്പനം കൊള്ളിച്ചു.
ആ പുള്ളിപ്പുലിയുടെ തൊണ്ടയിൽ നിന്നും ഒരു ഭീകരമായ ഗർജനം പുറത്തു വന്നു. അത് മുഖം കുത്തി മണ്ണിലേക്ക് വീണു. ഒരൊറ്റ വെടിയിൽ തന്നെ മരണം ആൽഫ്രഡ് ഉറപ്പിച്ചു. ആ വെടിയുണ്ടയിൽ അദ്ദേഹം നിറച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പകയായിരുന്നു. അത് ചത്ത് മണ്ണിലേക്ക് വീഴുന്നത് ആൽഫ്രഡ് വ്യക്തമായി തന്നെ കണ്ടിരുന്നു. എങ്കിലും സമയം കളയാതെ അയാൾ തൻ്റെ തോക്ക് ഒന്നുകൂടി റീലോഡ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ റൈഫിൽ നിന്നും ഉയർന്ന ശബ്ദത്തിൽ ആ ഗ്രാമം മുഴുവൻ ഞെട്ടിവിറച്ചുപോയി. കാരണം ഇത്രയും അടുത്ത് നിന്നും ഇതുവരെയും ഒരു തോക്കിൻ്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടിരുന്നില്ലല്ലോ. ആ വെടിയൊച്ചയിൽ അവിടുത്തെ ഗ്രാമവാസികൾ പ്രതീക്ഷ കൊണ്ടു. ആ വാർത്ത കാട്ടുതീ പോലെ എങ്ങും പടർന്നിരുന്നു. നേരം പുലർന്ന സമയത്ത് തന്നെ ആളുകൾ അവിടെ ഓടിയെത്തി. ആ മണ്ണിൽ പുലിയുടെ ജഡം കിടക്കുന്നുണ്ട്. എന്നാൽ പുലിയുടെ തല ശരീരത്തിലുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അറിയുവാൻ കഴിഞ്ഞത് ആൽഫ്രഡിന് ഈ പുലിയോടുണ്ടായിരുന്നത് വല്ലാത്ത ഒരുതരം പകയായിരുന്നു. ചത്ത് വീണ് കിടന്ന പുലിയുടെ അരികിലേക്ക് താൻ തൻ്റെ ക്യാമ്പിന് മുന്നിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ കിടന്നിരുന്ന ഒരു കോടാലി തൻ്റെ കയ്യിലെടുത്തിരുന്നു അത്രേ. ചത്ത് കിടന്നിരുന്ന പുലിയുടെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും അദ്ദേഹം ഒരു മാനസിക നില തെറ്റിക്കിടന്ന ഒരു ഭ്രാന്തനെ പോലെയാണ് പെരുമാറിയെന്നാണ് അദ്ദേഹത്തിൻ്റെ ജോലിക്കാരനായ സായസ് പറഞ്ഞത്. ഇതുവരെയും കാണാത്ത ഒരു പ്രകൃതമായിരുന്നു അയാളിൽ അപ്പോൾ കണ്ടത്. ഒരു കൈകൊണ്ട് റൈഫിൾ എടുത്ത് അദ്ദേഹം ആ പുലിയുടെ തലയിലേക്ക് വെച്ച് നിറയൊഴിച്ചു. അതിനുശേഷം തോക്ക് ദൂരേക്ക് മാറ്റിയിട്ടതിന് ശേഷം ആ പുലിയുടെ തല അതിൻ്റെ ശരീരത്തിൽ നിന്നും വെട്ടിമാറ്റി. അത് ഒരു ഭ്രാന്തനെ പോലെ അയാൾ ആകാശത്തേക്ക് ഉയർത്തി അലറി. അതിനുശേഷം അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ അല്പസമയം ശാന്തനായി അവിടെ ഇരുന്നു. പിന്നീട് അവിടെ നിന്നും ആ കോടാലി വലിച്ചെറിഞ്ഞ് അദ്ദേഹം ടെൻറ്റിലേക്ക് മടങ്ങി. ഇതായിരുന്നു തലേന്ന് രാത്രിയിൽ ഉണ്ടായതെന്ന് സായസ് എല്ലാവരോടും പറഞ്ഞു. അത് കേട്ടതും എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. കാരണം ഗ്രാമത്തിലെ ആളുകളെല്ലാം ആഗ്രഹിച്ചത് ഇങ്ങനെ ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം അത്രയും ക്രൂരമായിട്ടായിരുന്നു ആ പുലി തങ്ങളുടെ ഗ്രാമത്തെ ആക്രമിച്ചത്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോ ഞാൻ ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.